أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം സൂറത്തു ബഖറയുടെ ലക്ഷ്യം, അവതരണ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം അതെന്താണ്? അൽ ഈമാനു വൽ ഇസ്തിസ്ലാം. ഇത് മറക്കരുത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. വിശ്വസിക്കേണ്ടുന്നതിനെ കുറിച്ചും ശരിയായ ഈമാനിന്റെ മാർഗം ഏതാണ് എന്നതിനെ കുറിച്ചുമൊക്കെയാണ് ബഖറയിലെ ചർച്ച. അതുപോലെ തന്നെ അൽ ഇസ്തിസ്ലാം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങി അവനെ അനുസരിച്ച് ജീവിക്കുക എന്നതുമാണ് ചർച്ച. അതുപോലെ സൂറത്തു ഫാത്തിഹയിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഗൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹു നിന്റെ കോപത്തിന് ഇരയായ ജൂതന്മാരുടെ മാർഗത്തിൽ ചേർക്കരുത് എന്ന്. അപ്പോൾ അള്ളാഹുവിന് കീഴൊതുങ്ങാതെ അനുസരണക്കേട് കാണിച്ച് ജീവിച്ച യഹൂദികൾ, അവരുടെ അവസ്ഥകൾ, ബനു ഇസ്രായേലികളുടെ അവസ്ഥകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ അവസ്ഥകൾ, അവർ അള്ളാഹുവിനോട് കാണിച്ചിട്ടുള്ള അനുസരണക്കേടുകളും മറ്റുമൊക്കെ വിശദീകരിച്ച് അള്ളാഹു അവർക്ക് ഓരോ തവണയും ചെയ്തു കൊടുത്ത അനുഗ്രഹം ഇനി വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ. അപ്പോൾ ഈ ജൂതന്മാരുടെ, ബനു ഇസ്രായേലുകളുടെ മോശമായ അവസ്ഥകളൊക്കെ റബ്ബ് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയൊരു നീതി, അള്ളാഹുവിൻ്റെ അതില് നോക്കൂ നിങ്ങൾ. ബനു ഇസ്രായേലുകളെ കുറിച്ച് അള്ളാഹു അവരുടെ അവസ്ഥ അത്രയും മോശമാണ്, അവർ നന്ദി കെട്ടവന്മാരാണ്, അവരനുസരണം ഇല്ലാത്ത ആളുകളാണ് എന്നൊക്കെ വളരെ ശക്തമായി അവരുടെ ദുസ്ഥിതി അള്ളാഹു വിശദീകരിച്ചു. ഇല്ല, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ഇവർ അതിര് വിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിച്ചത്. ദാലിക ബിമാ അസൗ വകാനു യഅ്തദൂൻ എന്ന് പറഞ്ഞിട്ട് 61-ാമത്തെ ആയത്തിലാണ് നമ്മൾ നിർത്തിയത്. ഇവർക്ക് ഈ ഒരു ദുരവസ്ഥ ഒക്കെ ഉണ്ടാവാൻ കാരണം അവർ അനുസരണക്കേട് കാണിച്ചതും അതിര് വിട്ടതുമാണ്. ഇനി തൊട്ടടുത്ത ആയത്ത്, 62-ാമത്തെ ആയത്ത്, അള്ളാഹുവിൻ്റെ നീതി നോക്കൂ നിങ്ങൾ. ബനു ഇസ്രായേലികളിലെ മോശപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു അവിടെ നിർത്തിയില്ല. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ വിശ്വാസികൾ ഉണ്ടായിരുന്നില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനെ പിന്തുടർന്ന് അനുസരിച്ച് ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കുറിച്ച് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു. പിന്നെ ഈ പേജാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നോക്കുന്നത്. ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ച ആളുകൾ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ വിശ്വസിച്ച സ്വഹാബത്ത് അടക്കമുള്ള, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ അമ്പിയാക്കളിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ ആണ് മുഅ്മിനീങ്ങൾ. ഇന്നല്ലദീന ആമനു, മുഅ്മിനീങ്ങൾ. വല്ലദീന ഹാദു, യഹൂദികളായിട്ടുള്ള ആളുകൾ. യഹൂദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഈ ആയത്തിന്റെ ബാക്കി കൊണ്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വൻ നസാറ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകളായിട്ടുള്ള നസ്രാനികൾ. വസ്സാബിഈൻ, സാബിഈങ്ങൾ. സാബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളാണ് പൊതുവെ സാബികൾ എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തേത് സ്വാബികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹനീഫുകളായിട്ടുള്ള, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തൗഹീദ് അനുസരിച്ച് ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് മുമ്പ് തന്നെ ഹനീഫിയത്ത് അനുസരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃക പിന്തുടർന്ന് തൗഹീദിൽ ഉറച്ചു നിന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് ശിർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ മക്കയിലെ ഖുറൈശികളും മുശ്രിക്കുകളും ഒക്കെ വിളിച്ചിരുന്നത് സാബികൾ എന്നായിരുന്നു. അപ്പോൾ അതാണ് സാബികളിൽ സാബികളായി അറിയപ്പെട്ട ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്ന മുശ്രിക്കുകളായ അഗ്നി ആരാധകരായിരുന്ന ആളുകളാണ്. അതാണ് രണ്ടാമത്തെ വിഭാഗം. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിനെയും സാബികൾ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? അത് ഒന്നാമത്തെ വിഭാഗമായ ഹനീഫുകളായ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് തൗഹീദോടുകൂടി ജീവിച്ചിരുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശം.
നേരെ മറിച്ച് നക്ഷത്രത്തിനെ ആരാധിച്ച അഗ്നി ആരാധകരായ ആ ആളുകളെ കുറിച്ചല്ല ഇവിടെ സാബികൾ എന്ന് അള്ളാഹു പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് തഫ്സീർ അൽ വാദഹ് എന്ന തഫ്സീറിൽ നിന്നാണ്. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ല എഴുതിയിട്ടുള്ള വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു മുഫസ്സിറാണ്. തഫ്സീർ ബിൻ കസീറിന് മുഖ്തസർ എഴുതിയിട്ടുള്ള തഫ്സീറാണ്. ഈ തഫ്സീറിന് പിന്നെ ആമുഖം എഴുതിയിട്ടുള്ളത് രണ്ട് വലിയ പണ്ഡിതന്മാരാണ്. രണ്ടാളും അഹ്ലുസുന്നയുടെ വലിയ ഉലമാക്കളായി അറിയപ്പെട്ടവരാണ്. ഒന്ന് മഷഹൂർ ഹസൻ ആലു സൽമാൻ, അതുപോലെ തന്നെ രണ്ടാമത്തേത് മുഹമ്മദ് അൽ അമീൻ അഷങ്കീത്തി, അതായത് അദ്വാ ഉൽ ബയാൻ എന്ന തഫ്സീറിന്റെ രചയിതാവായിട്ടുള്ള മുഹമ്മദ് അൽ അമീൻ അഷങ്കീത്തി. അപ്പോൾ വളരെ അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ തഫ്സീറാണ്. ഇൻഷാ അല്ലാ ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ തഫ്സീർ വായിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറബി അറിയുന്നവരോ അല്ലെങ്കിൽ വായിക്കാൻ താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ അത് വായിക്കാം. തഫ്സീറിൻ്റെ പേര് തഫ്സീറുൽ വാദിഹ് അലാ നഹ്ജി സലഫി സാലിഹ്. ഒറ്റ വോള്യമാണിത്. ഒറ്റ വോള്യത്തിൽ പിന്നെ ഖുർആനിൻ്റെ മുഴുവൻ തഫ്സീർ ഉണ്ട്. വളരെ കുറഞ്ഞ പേജേ ഉള്ളൂ, ഏകദേശം പിന്നെ 600 ചില്ലറ പേജേ ഉള്ളൂ. ഇൻഷാ അല്ലാ. അതോടൊപ്പം ഈ മുനാസബാത്തുകൾ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഷെയ്ഖ് ഖാലിദ് ഇസ്മായിൽ ഹഫിദഹുല്ല, അദ്ദേഹം ഇവിടെ ദുബായിലെ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ദർസ് ആസ്പദമാക്കിയിട്ടാണ്. ശരി, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബിഈൻ, യഹൂദികളും നസറാനികളും സാബിഉകളുമായിട്ടുള്ള ആളുകൾ, ഈ ആളുകളുടെ കൂട്ടത്തിൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഇവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ചവരാരാണോ, അതായത് ജൂതന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൽ ശരിയായി വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് മുമ്പ് സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅസത്തിന് ശേഷം ആരെങ്കിലും പറയാണ് ഞാൻ അള്ളാഹിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, തൗഹീദ് തന്നെയാണ്, പക്ഷെ മുഹമ്മദ് നബിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ്, അവൻ മുസ്ലിം അല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ മുഹമ്മദ് നബിയുടെ ബിഅസത്തിന് മുമ്പ് ജീവിച്ചു കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന യഹൂദികളായ മൂസ അലൈഹിസ്സലാമിന്റെ മാതൃക പിന്തുടർന്ന് ജീവിച്ച ആളുകൾ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ, അതുപോലെ തന്നെയാണ് നസറാനികളും, അതുപോലെ വസാബിഈൻ, ഹനീഫുകളായി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ, മൻ ആമന, അവരിൽ വിശ്വസിച്ച ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിച്ചവർ, വൽ യൗമിൽ ആഖിർ, ഖിയാമത്ത് നാളിൽ വിശ്വസിച്ചവർ, വഅമില സാലിഹൻ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് പ്രവർത്തിച്ചവർ. മനസ്സിലായില്ലേ? വഅമില സാലിഹൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അമല് സാലിഹാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ചെയ്യണം. തോന്നിയതുപോലെ ചെയ്താൽ ഒരു അമൽ എന്താവില്ല, സാലിഹായ അമലാവുകയില്ല. ഒരു അമൽ, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് സാലിഹായ അമലാകണമെങ്കിൽ ഒന്ന് നീയത്ത് ശരിയാകണം, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. പുതിയത് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാനോ പറ്റൂല. അപ്പോൾ ഈ ഒരു വാക്ക് നമുക്ക് വ്യക്തമായി എന്ത്, യഹൂദികൾ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി തൗഹീദിലായിക്കൊണ്ട് മൂസാ നബി പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിച്ച ആളുകൾ. രണ്ടാമത്തെ വിഭാഗക്കാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷം ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ. അതാണ് ഇവിടെ ഉദ്ദേശം. ശരി, വഅമില സാലിഹൻ, സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തവർ. കാരണം ചില ആളുകൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ചില ആളുകൾ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയും, കണ്ടോ ജൂതന്മാരൊക്കെ പിന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല, സ്വർഗത്ത് പോകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുസരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഈ ആയത്തിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരും നസ്രാനികളൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി, പരലോകത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന് ഗുരുതരമായ കുഫർ സംസാരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക. വലാ ഖൗഫുൻ അലൈഹിം
عفوا وعمل صالحا فلهم أجرهم عند ربهم. അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് എന്തുണ്ട്? പ്രതിഫലം ഉണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതുമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ നീതി നോക്കൂ നിങ്ങൾ. അള്ളാഹു എത്ര നീതിപൂർവമാണ് സംസാരിക്കുന്നത്. ഇത്രയും സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മുശ്രിക്കുകളെ കുറിച്ച്, അവരുടെ വളരെ മോശപ്പെട്ട അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ യഹൂദികളെ കുറിച്ച്, അവരുടെ വളരെയധികം നിന്ദ്യമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ അവരുടെ കൂട്ടത്തിൽ തന്നെ വിശ്വാസികളായ നല്ല ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ ദീനിലേക്ക് കടന്നു വന്ന ആളുകളും ബനു ഇസ്രായേലുകളുടെ കൂട്ടത്തിലുണ്ട്. അവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉപേക്ഷിച്ചില്ല. അള്ളാഹു അവരെ കുറിച്ചും നല്ലത് തന്നെ പറയാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ശരി. അള്ളാഹു പറഞ്ഞു ഫലഹും അജുറുഹും, അവർക്ക് അവരുടെ പ്രതിഫലം അള്ളാഹുവിങ്കലുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആഖിറത്തിൽ പേടിക്കേണ്ടതില്ല. അതുപോലെ ദുനിയാവിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളുടെ പേരിൽ അവർക്ക് സങ്കടം ഇല്ല എന്ന് അള്ളാഹു പറയാം. ഇനി അടുത്ത ആയത്ത് 63-ാമത്തെ ആയത്ത്. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലുകളിലെ മോശപ്പെട്ട ആളുകളെ കുറിച്ച് പറയാം. ബനു ഇസ്രായേലുകളിലെ മോശപ്പെട്ട ആളുകളെ കുറിച്ച് തന്നെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെയാണ് പറയാൻ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاذْكُرُوا مَا فِيهِ لَعَلَّكُمْ تَتَّقُونَ. അള്ളാഹു നിങ്ങളോട് വഇദ് അഖദ്നാ മീസാഖക്കും, അള്ളാഹു നിങ്ങളോട് കരാറ് വാങ്ങിയ സന്ദർഭം. അള്ളാഹ് എന്ത് കരാറാണ് വാങ്ങിയത് ബനു ഇസ്രായേലുകളോട്? തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം, അത് വിശ്വസിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന് ലഭിച്ച തൗറാത്ത് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന കരാർ അള്ളാഹു ബനു ഇസ്രായേലുകളോട് വാങ്ങി. വറഫഅനാ ഫൗഖകുമു തൂർ, തൂർ മല വലിയൊരു പർവ്വതമാണ് ജബൽ തൂർ. അതുപോലെ തന്നെ തൂർ എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്, അതായത് സസ്യങ്ങൾ മുളച്ച് പൊന്തുന്ന പച്ചപ്പുള്ള പർവ്വതം. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പർവ്വതം എന്ത് ചെയ്തു? അവരുടെ തലക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. അതൊരു വലിയ മൂസ അലൈഹിസ്സലാം തൗറാത്തും കൊണ്ടുവന്ന സമയത്ത് അവരെന്ത് ചെയ്തില്ല? അനുസരിച്ചില്ല, അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ജബലു തൂർ, അല്ലെങ്കിൽ വലിയൊരു പർവ്വതത്തെ കൊണ്ടുവന്ന് അള്ളാഹു അവരുടെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. അതിപ്പോൾ അവരുടെ തലയിൽ വീഴാൻ പോവുകയാണ് എന്ന അവസ്ഥയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഒരു ദുല്ലത്ത് പോലെ, ഒരു വലിയ കാർമേഘം പോലെ ഇരുട്ട് മൂടി അവരുടെ മുകളിൽ ഇങ്ങനെ തലക്ക് മുകളിൽ നിൽക്കുകയാണ് വലിയ പർവ്വതം. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അവസ്ഥ? ചിന്തിച്ചു നോക്കി. വറഫഅനാ ഫൗഖകുമു തൂർ, അങ്ങനെ എന്ത് ചെയ്തു? അവരുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് പർവ്വതം. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, എന്നിട്ട് അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടു, എന്താണ്? ശക്തമായി ഞാൻ നിങ്ങൾക്ക് തന്ന ഈ തൗറാത്തിനെ അത് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ശക്തിയോടുകൂടി തന്നെ സ്വീകരിക്കുക എന്ന് അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടു. വദ്കുറൂ മാ ഫീഹി, അതുപോലെ തന്നെ ഈ വേദഗ്രന്ഥത്തിലുള്ളതനുസരിച്ച് നിങ്ങൾ അതിനെ ഓർമ്മിക്കുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുക, അത് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക, ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ നിങ്ങൾ തഖ്വ ഉള്ളവരായി തീരും. അപ്പോൾ ബനു ഇസ്രായേലുകൾ എന്ത് ചെയ്തില്ല? തൗറാത്ത് കിട്ടിയപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിന്റെ പേരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തൂറുമലയെ കൊണ്ടുവന്ന് അവരുടെ തലക്ക് മുകളിൽ മറ്റേ പർവ്വതത്തിലേക്കും നോക്കിക്കൊണ്ട് പേടിച്ച് ഭയവിഹലരായിക്കൊണ്ട് അവർ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിനെ കീഴൊതുങ്ങി അനുസരിക്കുകയും ചെയ്തു. അത്രയും അവർ പേടിച്ച് പറച്ചു, കാരണം അവരുടെ തലക്ക് മുകളിൽ വലിയൊരു പർവ്വതം വന്ന് നിൽക്കാൻ. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇതേ ഉദാഹരണം സലഫുകൾ വേറൊരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പർവ്വതം തലക്ക് മുകളിൽ നിൽക്കുന്ന അവസ്ഥ എന്താണ്? ഒരു മുഅ്മിൻ, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകളെ കാണുന്നത് കഅന്നഹു ഖാഇദുൻ തഹ്ത ജബൽ, ഒരു വലിയ പർവ്വതത്തിൻ്റെ അടിയിൽ നിൽക്കുന്നവനെ പോലെയാണ്.
ആ പർവ്വതം ഇപ്പം എൻ്റെ തലയിൽ വീണ് ഞാൻ പിന്നെ നശിച്ചു പോകും എന്ന അവസ്ഥയിലാണ് ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകളെ കാണുന്നത് എന്ന്. മനസ്സിലായില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ് സുമ്മ തവല്ലൈതും. നോക്കൂ, നിങ്ങൾ ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ടിട്ടും അവരുടെ അവസ്ഥ എന്താണ്? സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക്. ഈ ഒരു കാര്യത്തിന് ശേഷവും നിങ്ങൾ എന്ത് ചെയ്തു? തവല്ല, പിന്തിരിഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു. മിൻ ബഅദി ദാലിക്, ഈ ഒരു കരാർ അള്ളാഹുവിനോട് ഉണ്ടാക്കി ഇത്രയും ഭയവിഹ്വലമായ അവസ്ഥയിൽ നിർബന്ധിതമായി നിങ്ങൾ അള്ളാഹുവിനോട് കരാർ ചെയ്തു, തൗറാത്ത് അനുസരിച്ച് ജീവിക്കാം എന്നൊക്കെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായി. പക്ഷെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തു? അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു, പിന്തിരിഞ്ഞു കളഞ്ഞു. പക്ഷെ എന്നാൽ അള്ളാഹു ആണെങ്കിലോ ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിന്റെ കാരുണ്യവും ഔദാര്യവും, അള്ളാഹുവിന്റെ ഫദ്ല്, അള്ളാഹുവിന്റെ ഔദാര്യം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് മുകളിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്താണ് അള്ളാഹു അവരോട് ചെയ്ത റഹ്മത്തും ഫദ്ലും? ഇങ്ങനെയൊക്കെ അനുസരണക്കേട് കാണിച്ചിട്ടും പിന്തിരിഞ്ഞ് നടന്നിട്ടും അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നു. അതുപോലെ നിങ്ങളിലേക്ക് നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ധാരാളം അമ്പിയാക്കളെ എന്ത് ചെയ്തു? മുർസലീങ്ങളെ അള്ളാഹു പറഞ്ഞയച്ചു. എന്നിട്ടും അതൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ലകുൻതും മിനൽ ഖാസിരീൻ, നിങ്ങൾ നശിച്ചു പോയേനെ, നിങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോയേനെ. ബനി ഇസ്രായേലികൾ അള്ളാഹു ഒന്നടങ്കം നശിപ്പിച്ചില്ലല്ലോ. നമുക്ക് നിങ്ങൾ നൂഹ് നബിന്റെ ഖൗം അള്ളാഹു ഫുള്ള് നശിപ്പിച്ചു. അതുപോലെ ആദ് സമൂഹം അള്ളാഹു വേറടക്കം, അതായത് അവരുടെ ഒരു ശേഷിപ്പില്ലാതെ അവരെ നശിപ്പിച്ചു. അതുപോലെ സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂദ്, അങ്ങനെ മുൻകഴിഞ്ഞ നബിമാരുടെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ അവരുടെ അനുസരണം കെട്ട, അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചവരൊക്കെ മുച്ചൂടും അള്ളാഹു ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പക്ഷെ ബനു ഇസ്രായേലുകൾ അള്ളാഹു അങ്ങനെ ചെയ്തില്ല. അള്ളാഹുവിന്റെ ഒരു ഫദ്ല് അവർക്ക് കൊടുത്തതാണ്. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു അവർക്ക് കൊടുത്തതാണ്. അപ്പൊ ഈ റഹ്മത്തും ഫദ്ലൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് സംഭവിക്കായിരുന്നു? ലകുൻതും മിനൽ ഖാസിരീൻ, ഐ ലകുൻതും മിനൽ ഹാലിക്കീൻ, നിങ്ങളും നശിച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയനെ. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്തില്ല. അള്ളാഹു ആ ഒരു സമുദായത്തെ എന്ത് ചെയ്തു? ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ, അല്ലേ? ഇപ്പോഴും ബനു ഇസ്രായേലുകൾ ഉണ്ടല്ലോ, അവരെ അള്ളാഹു അതുപോലെ നിലനിർത്താൻ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ, റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരു ഉദാഹരണം, ഇവരുടെ അവസ്ഥക്ക് വേറൊരു ഉദാഹരണം പറയാൻ, വലഖദ് അലിംതുമുല്ലദീന അഅതദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിരീൻ, ഖിറദതൻ ഖാസിഈൻ. ഇവിടെ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണ്? പിന്നെ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഖിറദതൻ എന്നുള്ളത് ഖിർദതൻ എന്ന് പലരും തെറ്റി ഓതി പോകാറുണ്ട്. അത് ശ്രദ്ധിക്കണം. കാരണം കിർദുൻ കിർദുൻ എന്ന് പഠിച്ചിട്ട് കിർദത്തൻ എന്ന് ഓതാറുണ്ട്. ശരിക്കും ഖിറദതൻ എന്നാണ്. അതായത് ഖിർദിന്റെ ജംഅ് ഖിറദ്, കുരങ്ങൻ എന്നാണ് അർത്ഥം. ശരി, വലഖദ് അലിംതുമുല്ലദീന അഅതദൂ മിൻകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ബനു ഇസ്രായേലുകളോടാണ് ഈ സംസാരം. വലഖദ് അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ത്? അല്ലദീന അഅതദൂ മിൻകും ഫിസ്സബ്തി, അസ്ഹാബു സബ്തിലെ അതിരുവിട്ട ആളുകൾ, അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസം അതിരുവിട്ട് പ്രവർത്തിച്ചവരുടെ അവസ്ഥ, അവരുടെ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നമുക്കറിയാം കഥ, അല്ലേ? ബനു ഇസ്രായേലുകളിലെ ഒരു വിഭാഗത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യരുത്? മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ വെള്ളിയാഴ്ച എന്ത് ചെയ്യും? തലേ ദിവസം പോയിട്ട് വലയും പിന്നെ ചൂണ്ടയും അതുപോലെ തന്നെ കൊളുത്തുകളും അതുപോലെ മറ്റ് മീൻ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കടലിൽ ഇട്ട് വെക്കും. എന്നിട്ട് ശനിയാഴ്ച അങ്ങോട്ട് പോകുകയില്ല. ഞായറാഴ്ച എന്ത് ചെയ്യും? വന്നിട്ട് ആ ശനിയാഴ്ച കുടുങ്ങിയ മീനിനൊക്കെ എടുക്കും. യഥാർത്ഥത്തിൽ അവർ മീൻ പിടിച്ചത് ശനിയാഴ്ച തന്നെയാണ്. പക്ഷെ ഒരു ന്യായീകരണത്തിന് വേണ്ടി അവരിങ്ങനെ ഒരു പിന്നെ എന്താ പറയാ, ഒരു തന്ത്രം അവർ പ്രയോഗിക്കുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂട്ടത്തിൽ 3 വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെ? ഒന്ന്, അതിരുവിട്ട ആളുകൾ. 2, അതിരുവിട്ട ആളുകളുടെ കൈ പിടിച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഈ തിന്മ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരോട് പിന്നെ തിന്മയെ തടുത്ത ആളുകൾ, തിന്മയെ വിരോധിച്ച ആളുകൾ.
ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലൊക്കെ തിന്മകൾ സംഭവിക്കുമ്പോൾ അതിനെ എതിർക്കാനും അവരുടെ കൈ പിടിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കടുത്ത ശിക്ഷ ഉണ്ടാകും. അപ്പോൾ തിന്മയെ തടുത്ത ആളുകൾ അവർ പറഞ്ഞു, ഖാലു മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിലേക്ക് കാരണം ബോധിപ്പിക്കാനാണ് ഞങ്ങൾ നിങ്ങളെ തടുക്കുന്നത് എന്നവർ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കണ്ടോ? അപ്പോൾ അള്ളാഹു ചോദിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ കൺമുന്നിൽ ഉമ്മമാരും ഉപ്പമാരൊക്കെ മക്കൾ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ പേടിച്ച് മിണ്ടാതിരിക്കല്ലോ ചെയ്യേണ്ടത്. അവൻ വലുതായില്ല, ഇനിയിപ്പോൾ അവനോട് പറഞ്ഞാലോ അവൻ വീട് വിട്ടിറങ്ങിയാലോ അല്ലെങ്കിൽ അവൻ വേറെന്തെങ്കിലും അതിലും വലുത് കാണിച്ചു വെച്ചാലോ എന്നല്ല, മക്കളെ വിളിച്ച് ശരിയായ രീതിയിൽ ഉപദേശിക്കുകയും പറഞ്ഞു കൊടുക്കുകയും വേണം. അവരെ ചീത്ത വിളിക്കാനും അടിക്കാനും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറയേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ശരി. അപ്പോൾ അംറും ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ആദ്യം നടക്കേണ്ടത് എവിടെയാണ്? വീട്ടിലാണ്. അത് ആദ്യം നടപ്പാക്കേണ്ടത് ഉമ്മമാരും ഉപ്പമാരുമാണ്. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നാട്ടിലിറങ്ങേണ്ടത്. ശരി. അപ്പോൾ വലഖദ് അലിംതുമുൽ ലദീന അതദൗ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. അപ്പോൾ ഒരു വിഭാഗം അതിരുവിട്ട ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗം പിന്നെ എന്താണ്? ആ തിന്മയെ തടുക്കാൻ ചെന്ന ആളുകളാണ്. മൂന്നാമത്തെ വിഭാഗം ഇതൊക്കെ നോക്കി നിന്ന തിന്മയെ തടുക്കാതെ നന്മ കൽപ്പിക്കാതെ വെറുതെ ഇരുന്ന ആളുകളാണ്. അവരെന്ത് വേണമെങ്കിലും ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മ ചെയ്ത ആളുകളെ കുരങ്ങന്മാരാക്കി നശിപ്പിച്ചു. അതുപോലെ തിന്മ നോക്കി നിന്ന, അതിനെതിരെ ശബ്ദിക്കുകയോ അതിനെതിരെ പോരാടുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ആളുകളെയും അള്ളാഹു നശിപ്പിക്കുകയും കുരങ്ങന്മാരാക്കുകയും ചെയ്തു. തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും അതിനെ എതിർക്കുകയും അതിനെ എതിർ ശബ്ദം ഉയർത്തുകയും ചെയ്ത ആളുകളെ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പോൾ ഈ കഥ, ഈ സംഭവമൊക്കെ നിങ്ങൾക്കറിയാം, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിന് കീഴൊതുങ്ങി അനുസരണ കാണിക്കുന്നില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. വലഖദ് അലിംതുമുൽ ലദീന അതദൗ മിൻകും ഫിസ്സബ്തി, ശനിയാഴ്ച ദിവസം അതിരുവിട്ടവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, എന്നിട്ട് നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. ഫജഅൽനാഹാ നകാലൻ, അങ്ങനെ ഈ കുരങ്ങന്മാരെ, ഈ ഗോത്രത്തെ, അതായത് അസ്ഹാബു സബ്തിനെ ഞാൻ എന്താക്കി മാറ്റി? നകാലൻ, ഒരു ഗുണപാഠമാക്കി മാറ്റി. ഫജഅൽനാഹ നകാലൻ, അവർക്കൊരു ഗുണപാഠം. ആർക്കാണ് ഗുണപാഠം? ലിമാ ബൈന യദൈഹ, അവരുടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച, അവരുടെ തൊട്ട് കാലത്ത് തന്നെ ജീവിച്ച അവരുടെ ചുറ്റുമുള്ള ഗ്രാമക്കാർക്ക്. ഇതൊരു ഗ്രാമത്തിലാണ് ഈ ശിക്ഷ സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഗ്രാമം ഒന്നടങ്കം എന്തായി പോവാണ്? കുരങ്ങന്മാരായി പോവുകയാണ്. അള്ളാഹുൽ മുസ്താൻ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ രൂപമാറ്റം ചെയ്യപ്പെടുന്ന മറ്റൊരു തിന്മ അള്ളാഹു നമ്മുടെ ഈ ഉമ്മത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതായത് അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമായി രൂപമാറ്റം ചെയ്യും എന്ന് പറഞ്ഞ ഒരു തിന്മ ഈ ഉമ്മത്തിലുണ്ട്. അതേതാണ്? സ്വഹീഹ് ബുഖാരിയിൽ മുഅല്ലഖായി വന്ന ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുംസഖു ഉനാസു മിൻ ഉമ്മതി ഖിറദതൻ വ ഖനാസീറ, ഈ ഉമ്മത്തിലും ഒരു വിഭാഗത്തെ അള്ളാഹു കുരങ്ങന്മാരും പന്നികളുമായി രൂപമാറ്റം നൽകും. അപ്പൊ സ്വഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അവര് അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചവരല്ലേ? അങ്ങനെ വിശ്വസിക്കാത്തവരായതുകൊണ്ടാണോ ഈ ശിക്ഷ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല, അല്ല, അവർ അള്ളാഹുലും റസൂലിലൊക്കെ വിശ്വസിച്ചവരാണ്. പിന്നെ അവർക്ക് എന്താണ് സംഭവിച്ചത്? വലാകിൻ ഇത്തഖദു അൽ മആസിഫ വൽ ഖൈനാത്ത്, അവർ സംഗീതവും അതുപോലെ തന്നെ നർത്തകിമാരെയും സ്വീകരിച്ചു. അവർ മ്യൂസിക്കും പാട്ടും അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്ന സ്ത്രീകളെയും ഒക്കെ സ്വീകരിച്ച് അതും അതിലിങ്ങനെ ഫബാതു അലാ ലഅബിഹിം വലഹബിഹിം, അവരുടെ ഇല്ല സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവർ രാത്രിയിൽ അവരുടെ ഈ കളിയിലും ചിരിയിലും തമാശയിലും മ്യൂസിക്കിലും ഡാൻസിലും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ മതിമറന്ന് ജീവിച്ചു. അങ്ങനെ നേരം വെളുത്തപ്പോൾ അള്ളാഹു അവരെയൊക്കെ കുരങ്ങന്മാരും പന്നികളുമാക്കി മാറ്റി. സുബ്ഹാനല്ലാഹ്. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മളെ നാട്ടിൽ നടക്കുന്നതൊക്കെ ഈ രാത്രിയാണല്ലോ, അല്ലേ?
രാത്രിയിലാണ് ഇത്തരം ഹറാമുകളും തോന്നിവാസങ്ങളും വൃത്തികേടുകളൊക്കെ നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാതൊരു ലജ്ജയില്ലാതെ മുസ്ലിമീങ്ങൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശരി, അപ്പോൾ ഈ ഒരു ശിക്ഷയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകൾക്ക് കിട്ടിയ അദാബിനെ ഓർമ്മിപ്പിക്കാൻ. ഫജഅൽനാഹ നകാലൻ, അതൊരു ഗുണപാഠമാക്കി. അന്ന് ചുറ്റും ജീവിച്ചിരുന്ന ഗ്രാമക്കാർക്ക് അതൊരു ഗുണപാഠമാണ്. വമാ ഖൽഫഹ, അതിനുശേഷം വന്ന തലമുറകൾക്കും ഇവരുടെ ഈ അവസ്ഥ ഗുണപാഠമാക്കി അള്ളാഹു മാറ്റി. വമൗഇദതൻ ലിൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉപദേശം കൂടിയാണ്. കണ്ടോ, അപ്പം നമ്മൾക്കൊക്കെ ഉള്ള ഉപദേശമാണ്. നമ്മളും ഇത്തരമൊരു ശിക്ഷയെ ഭയക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ശിക്ഷ നമ്മളും എന്ത് ചെയ്യണം? ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ വിഭാഗം ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. അസ്ഹാബു സബത്ത് ഉണ്ടായിരുന്നത് ദാവൂദ് അലൈഹിസ്സലാമിന്റെ കാലത്താണ്. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു മാഇദയിൽ പറഞ്ഞത് കാണാം. എന്താണ്? ദാവൂദ് അലൈഹിസ്സലാം അതുപോലെ തന്നെ ഈസ അലൈഹിസ്സലാം ഒക്കെ ബനു ഇസ്രായേലുകളിലെ ഈ അതിരുവിട്ട വിഭാഗം അസ്ഹാബു സബത്തിന്റെ ആളുകൾ, അതുപോലെ ബനു ഇസ്രായേലിലെ അതിരുവിട്ട വിഭാഗങ്ങളെ അവരെന്ത് ചെയ്തു? അവരുടെ ഈ നബിമാരുടെ നാവിലൂടെ ആ കൂട്ടം ശപിക്കപ്പെട്ടു. അവരെന്ത് ചെയ്തിരുന്നില്ല? അവർക്കിടയിൽ നടന്ന തിന്മയെ പരസ്പരം വിരോധിച്ചിരുന്നില്ല. അവർ ചെയ്തത് എത്ര മോശം പ്രവൃത്തിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്, ഖാതലല്ലാഹുൽ യഹൂദ്, അല്ലാഹു യഹൂദികളെ അല്ലാഹു ശപിക്കട്ടെ, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കട്ടെ. ഇന്നല്ലാഹ ലമ്മ ഹറമ അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തു? ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഹദീസ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല, ഞാൻ പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. ശരി, അപ്പോ പിന്നെ അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികളുടെ ബനു ഇസ്രായേലുകളെ അസ്ഹാബു സബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ പാഠങ്ങൾ മുത്തഖികൾക്കുണ്ട്, അതുപോലെ അതിനെ ചുറ്റുമുള്ള ഗ്രാമക്കാർക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വഇദ് ഖാല മൂസ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാം തൻ്റെ ഖൗമിനോട് പറഞ്ഞ സന്ദർഭം. ഇനിയുള്ള വിഷയം എന്താണ്? പശുവിനെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ഇതുവരെ പറഞ്ഞ ആയത്തുകൾ കേൾക്കാം. آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين وإذ
അപ്പോൾ അസ്ഹാബു സബത്തിന്റെ ചരിത്രം സംഭവം അതിലേക്ക് സൂചന കൊടുത്തുകൊണ്ട് അതിലും എന്താണുള്ളത്? അള്ളാഹുവിന് കീഴൊതുങ്ങാതിരിക്കുക, അനുസരണക്കേട് കാണിക്കുക, അതാണ്. ഇനി വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് ഫജഅൽ വഇദ് ഇനി പറയുന്ന ഭാഗം അതെന്താണ്? സുപ്രധാനമായ ഭാഗമാണ്. എന്താണ്? പശുക്കുട്ടിയുമായി ബന്ധപ്പെട്ട സൂറത്ത് ബക്കറയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ബക്കറക്ക് ആ പേരിടാൻ കാരണമായിട്ടുള്ള സംഭവം മനസ്സിലായില്ലേ? അപ്പൊ പ്രധാനപ്പെട്ട സൂറത്ത് ബക്കറയുടെ സുപ്രധാനമായ ഭാഗത്താണ് നമ്മളിനി കടക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ശരി, സൂറത്ത് ബക്കറയുടെ കഥ അല്ലെങ്കിൽ പശുവിന്റെ കഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിക്കാൻ. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖാല മൂസ ലിഖൗമിഹി, മൂസ അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞ സന്ദർഭം. മൂസ അലൈഹിസ്സലാം തന്റെ ഖൗമിനോട് പറഞ്ഞ സന്ദർഭം എന്താണ് സംഭവം? മൂസ നബി എന്ത് പറഞ്ഞു? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം എന്ന് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭം. എപ്പോഴാണ് മൂസ അലൈഹിസ്സലാം പശുവിനെ അറുക്കാൻ വേണ്ടി ബനു ഇസ്രായേലുകളോട് പറഞ്ഞത്? എന്താണ് സംഭവം? ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു? തൻ്റെ ഒരു കുടുംബക്കാരനെ കൊന്നു. എന്തിനാണ്? അയാളുടെ അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊന്നത്. തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഒരാൾ കൊന്നു, അയാളുടെ അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടി. രഹസ്യമായി കൊല ചെയ്തിട്ട് അവന് കരഞ്ഞു വിളിക്കാൻ തുടങ്ങി. എൻ്റെ ഇന്ന ആള് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞു വിളിച്ച് അഭിനയിക്കാൻ തുടങ്ങി. ബനു ഇസ്രായേലുകൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടായി. ആരാണ് കൊന്നത്? ഫദ്ദാറഅതും ഫീഹ, അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അവരെന്ത് ചെയ്തു? പരസ്പരം പ്രതിരോധിക്കാൻ തുടങ്ങി. ഞാനല്ല കൊന്നത്, ഞാനല്ല, ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിരോധിക്കാൻ തുടങ്ങി. പരസ്പരം സംശയിക്കാൻ തുടങ്ങി. നീയാണോ അല്ലെങ്കിൽ നീയാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരാണ് കൊലപാതകി എന്നറിയാതെ അവർ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാനും പരസ്പരം പ്രതിരോധിക്കാനും തുടങ്ങി. അങ്ങനെ വലിയ കുഴപ്പം അവർക്കിടയിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അതായത് അവർക്കിടയിൽ വലിയ യുദ്ധം അല്ലെങ്കിൽ വലിയ ഭിന്നതയും അടിപിടിയും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ ഈ പ്രശ്നം വന്നപ്പോൾ ആളുകൾ, ബനി ഇസ്രായേലുകളിലെ ചിലർ എന്ത് ചെയ്തു? മൂസ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് പരിഹാരം തേടി വരികയാണ്. മൂസ നബീൻ്റെ അടുത്ത് പരിഹാരം തേടി വരികയാണ്. എന്താണ് പരിഹാരം വേണ്ടത്? യഥാർത്ഥ കൊലയാളിയെ കിട്ടണം, യഥാർത്ഥ കൊലപാതകനെ കിട്ടണം. അപ്പം അങ്ങനെ ബനു ഇസ്രായേലുകൾ വന്ന സമയത്ത് മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങൾ എന്ത് ചെയ്യുക? പശുവിനെ അറുക്കാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു കൊലപാതകവും പശുവും തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ കേട്ടാൽ ഞെട്ടിപ്പോല്ലേ? ഒരു കൊലപാതകി അന്വേഷിക്കാൻ വരുന്ന സമയത്ത് മൂസ അലൈഹി സ്വലാം പറയാണ് പശുവിനെ അറുക്കാൻ. അപ്പൊ അവർ ചോദിച്ചു, ഖാലു അതത്തഖിദുനാ ഹുസ്വ, നിങ്ങൾ മൂസ, താങ്കൾ ഞങ്ങളെ ഒരു പരിഹസിക്കാണോ, ഞങ്ങളെ കളിയാക്കാണോ, എന്താണ് ഈ പറയുന്നത് എന്നവർ ചോദിക്കാൻ. ഖാലു അതത്തഖിദുനാ ഹുസ്വ, ഈ കൊലപാതകിയും ഈ പശുവിനെ അറുക്കുന്നതും തമ്മിൽ എന്ത് ബന്ധം എന്നർത്ഥത്തിൽ അവർ ചോദിക്കാൻ. നോക്കൂ നിങ്ങൾ, ഒരു അള്ളാഹുവിൻ്റെ റസൂലായിട്ടുള്ള, അള്ളാഹുവിൻ്റെ നബിയായിട്ടുള്ള ഒരാൾ, റസൂൽ കൽപ്പിക്കുകയാണെന്ത് ഒരു കാര്യം, പിന്നെ അവിടെ ചോദ്യമില്ല, പിന്നെ അവിടെ എന്തില്ല? ചോദ്യമില്ല. സൂറത്ത് ബഖറയുടെ ലക്ഷ്യം എന്താണ്? ഇസ്തിസ്ലാം. അള്ളാഹും അവൻ്റെ റസൂലും എന്ത് പറഞ്ഞാലും അനുസരിക്കുക. പിന്നെ അവിടെ എന്തുകൊണ്ടാണ്, എന്തിനാണ് എന്നുള്ള ചോദ്യം ഇല്ല. ഷെയ്ഖ് ഖാലിദ് ഇസ്മായിൽ ഹഫിദഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ചില സ്ത്രീകളോട് നീ ഹിജാബ് ധരിക്കണം, മുഖം മറക്കണം, അല്ലെങ്കിൽ ശരീരത്തിലെ ഔറത്തൊക്കെ മറക്കണം എന്ന് ചോദിച്ചാൽ ചില സ്ത്രീകളൊക്കെ പറയും, എന്തിനാണ്? അതെനിക്കൊരു കംഫർട്ടല്ല, അത് എന്തിനാണ് ഞാൻ മുഖം മറക്കേണ്ട ആവശ്യം? ആൾക്കാരൊന്നും എന്നെ നോക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതെനിക്ക് എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമുള്ള വസ്ത്രം ഇതാണ്, എൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ഈ ആയത്തിൽ വലിയ പാടുണ്ട്. മനസ്സിലായില്ലേ? ബനി ഇസ്രായേലുകൾ ചോദിക്കുകയാണ്, നീ എന്താണ് മൂസ, നീ ഞങ്ങളെ കളിയാക്കാണോ? പശുവിനെ അറുക്കാനാണോ പറയുന്നത്? നമ്മൾ കാര്യകാരണങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമേ ഇല്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, പിന്നെ അതിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതനുസരിക്കുക. സമിഅന വ അതഅന, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു. അള്ളാഹും റസൂലും ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറൻ,
അൻ യകൂന ലഹുമുൽ ഖിയറ. അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു വിധി പറഞ്ഞാൽ അതിൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയില്ല. ശരി, അപ്പോൾ നോക്കൂ നിങ്ങൾ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു നിങ്ങളൊരു പശുവിനെ അറുക്കണം. ഖാലു അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഇങ്ങനെ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഒരു വിഡ്ഢിയായി തീരുന്നതിൽ നിന്ന് അള്ളാഹുവോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് മൂസാ നബി പറഞ്ഞത്. കാരണം ദീന് പഠിക്കാനും അറിയാനും അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനും വരുന്ന ആളുകളെ പരിഹസിക്കുക എന്നത്, അവരെ കളിയാക്കുക എന്നത് ജാഹിലുകളുടെ സ്വഭാവമാണ്. യഥാർത്ഥ ഇൽമുള്ള ഒരു ആലിമിൻ്റെ, ശരിയായ വിജ്ഞാനമുള്ള ഒരാളുടെ സ്വഭാവമല്ല പഠിക്കാൻ വരുന്ന ആളുകളെ പരിഹസിക്കുക, പുച്ഛിച്ച് തള്ളുക എന്നുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, അപ്പോൾ അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ എന്ന് മൂസ അലൈഹിസ്സലാം അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അവർക്ക് മനസ്സിലായി മൂസാ നബി ഇത് തമാശക്ക് പറയല്ല പശുവിനെ അറുക്കാൻ എന്ന് മനസ്സിലായി. അപ്പോൾ അവർ പറയാണ് ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി. ഖാലു, അവർ പറഞ്ഞു ഉദുഉ ലനാ റബ്ബക, മൂസ നീ നിന്റെ റബ്ബിനോട് ദുആ ചെയ്തിട്ടൊന്ന് ചോദിക്ക്. യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, മാ ഹിയ, അത് എന്ത് പശുവാണ്, അതായത് അതിൻ്റെ വയസ്സ് എത്രയാണ് എന്നർത്ഥം. അപ്പോൾ മൂസ അലൈഹിസ്സലാം അവർക്ക് മറുപടി കൊടുത്തു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ. അതായത് വളരെ പ്രായം ചെന്ന പശുവല്ല, അതുപോലെ തന്നെ വളരെ ചെറിയ പശുവല്ല, നേരെ മറിച്ച് നല്ല ഒത്ത വയസ്സുള്ള ഒരു, എന്താ പറയുക, ഒരു മിഡിൽ ഏജ് എത്തിയിട്ടുള്ള ഒത്ത ഒരു പശു, അതായത് നല്ല ആരോഗ്യമുള്ള നല്ലൊരു ചെറുപ്പക്കാരനായ പശു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പശുവിനെ നിങ്ങൾ അറുക്കണം. വളരെ ചെറിയ പശു കിടാവിനെ അറുക്കാൻ പറ്റില്ല, പ്രായം ചെന്ന പശുവിനെ അറുക്കാൻ പറ്റില്ല. അവാനുൻ ബൈന ദാലിക്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒത്ത പ്രായത്തിലുള്ള ഒരു പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത്. ഫഫ്അലൂ മാ തുഅ്മറൂൻ, അതുകൊണ്ട് നിങ്ങളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ അവർക്ക് നേരെ പോയിട്ട് എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതിയായിരുന്നു. പക്ഷേ കസറത്തു സുആൽ, അധികരിച്ച ചോദ്യം, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ വിരോധിക്കുന്നു, എന്ത്? കസറത്തു സുആൽ, നിങ്ങളുടെ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ നശിപ്പിച്ചത് എന്താണ്? കസറത്തു സുആലിഹിം, അവരുടെ അധികരിച്ച ചോദ്യങ്ങളാണ്. വീണ്ടും വീണ്ടും ചോദിക്കുക. അങ്ങനെയല്ല, ഹദീസ് കിട്ടി, ഖലാസ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖലാസ്. പിന്നെ അതിൻ്റെ അപ്പുറം ചോദ്യമല്ല. മനസ്സിലായില്ലേ? അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ, എല്ലാത്തിൻ്റെയും കാരണം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വുളു എടുക്കുമ്പം പിന്നെ ആദ്യം കൈ കഴുകുന്നത്, എന്താ ആദ്യം കാല് കഴുകിയാൽ കാലിലല്ലേ കൂടുതൽ ചളി? ചോദ്യം ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് സുബഹി 2 റക്അത്ത്, സുബഹിക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, ഒരു 4-5 റക്അത്ത് നിസ്കരിച്ചൂടെ? ചോദ്യമില്ല. മനസ്സിലായില്ലേ? ശരി, അധികരിച്ച ചോദ്യം മുഅ്മിനിന് യോജിച്ച സ്വഭാവമല്ല. അപ്പോൾ അവർ വീണ്ടും ചോദിക്കാൻ, ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗനുഹാ, നീ നിന്റെ റബ്ബിനോടൊന്ന് ചോദിക്ക്, എന്താണ് ഞങ്ങൾക്ക് ഇതിൻ്റെ നിറം, കളർ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞതാ. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ, അപ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇന്നഹു യഖൂലു, അള്ളാഹു നിങ്ങളോട് പറയുകയാണ്, ഇന്നഹാ ബഖറ, അതൊരു പശുവാണ്, സഫറാഉ ഫാഖിഉൻ ലൗനുഹാ, നല്ല മഞ്ഞ നിറമുള്ള പശുവാണ്. എങ്ങനത്തെ മഞ്ഞ നിറം? ഫാഖിഉൻ ലൗനുഹാ, നല്ല കടുകട്ടി മഞ്ഞ, അതായത് നല്ല ഗോൾഡൻ കളർ, നല്ല മഞ്ഞ നിറമുള്ള, കണ്ടാൽ തന്നെ തസുറുൻ നാദിരീൻ, കാണുന്ന കാഴ്ചക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്ന അത്രയും ഭംഗിയുള്ള തിളക്കമാർന്ന നല്ല മഞ്ഞ നിറമുള്ള പശുവിനെ ആരാധിക്കാൻ ആണ്, പശുവിനെ അറുക്കാനാണ് മൂസ അലൈഹിസ്സലാം കൽപ്പിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു നിറത്തിലും ഇങ്ങനെ ഒരു രൂപത്തിലുമുള്ള പശുവിനെ തിരഞ്ഞെടുക്കാൻ കാരണം ബനു ഇസ്രായേലുകളുടെ മനസ്സിൽ ഇപ്പോഴും സാമരി ഉണ്ടാക്കിയിട്ടുള്ള സ്വർണ്ണ പശുവും അതുമായി ബന്ധപ്പെട്ട അവരുടെ ഹൃദയം അതിലേക്ക് ചാഞ്ഞു നിന്നതും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഇല്ലാതാക്കണം. സ്വർണ്ണ കളറുള്ള അല്ലെങ്കിൽ അത്രയും അതിനോട് വളരെയധികം സാമ്യമുള്ള ഒരു പശുവിനെ അറുക്കുന്നതിലൂടെ അവരുടെ മനസ്സിൽ നിന്ന് ഈ ഷിർക്കിന്റെ, മുമ്പ് വിഗ്രഹത്തെ ആരാധിച്ചതിൻ്റെ, പശുവിൻ്റെ ബിംബത്തെ ആരാധിച്ചതിൻ്റെ അടയാളങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകണം. അതിനു വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ തന്നെയുള്ള ഒരു പശുവിനെ അറുക്കാൻ
അവരോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞത്. അങ്ങനെ അറുക്കുന്നതിലൂടെ അവരുടെ മനസ്സിൽ നിന്ന് ഈ ശിർക്കിന്റെ അടയാളങ്ങൾ, അതിനോടുള്ള കാര്യങ്ങളൊക്കെ പോകും, നഷ്ടപ്പെടും എന്നതുകൊണ്ട്. ശരി. അപ്പോ ഫാഖിഉൻ ലൗനുഹ, കടുകട്ടി പശു, മഞ്ഞ നിറമുള്ള നല്ല ഒരു പശുവിനെ അറുക്കാൻ അവരോട് അള്ളാഹു കൽപ്പിക്കണം. അപ്പൊ അവർ ചോദ്യം നിർത്തിയോ? ഇല്ല, അവർ വീണ്ടും ചോദിക്കാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഞങ്ങൾക്കൊന്നുകൂടി വ്യക്തമാക്കി തരണം, എന്ത് പശുവാണിത്? ഞങ്ങൾക്ക് ഈ പശുക്കളൊക്കെ ഒരുപോലെ തോന്നാണ്, എല്ലാ പശു ഒരുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വ ഇന്ന ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, നീ ഒന്നുകൂടി വ്യക്തമാക്കി തന്നാൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാകും എന്ന് പിന്നെ എന്ത് ചെയ്യാണ് അവർ ആവശ്യപ്പെടാൻ. അങ്ങനെ വീണ്ടും ഈ മൂസ അലൈഹി സ്വലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറ, അള്ളാഹു പറയുന്നുണ്ട് അതെന്ത് പശുവാണ്? ലാ ദലൂലുൻ തുസീറുൽ അർദ, അതെങ്ങനത്തെ പശുവല്ല? ലാ ദലൂലുൻ, ജോലി ചെയ്ത് ക്ഷീണിച്ച പശുവല്ല, അതിനെ കൊണ്ട് ജോലി എടുപ്പിച്ച് പണിയെടുപ്പിച്ച് ക്ഷീണിച്ച പശുവല്ല. തുസീറുൽ അർദ, കൃഷിക്ക് വേണ്ടി ഭൂമി കിളച്ച് മറിച്ച, അങ്ങനെ ജോലിയെടുത്ത് ഭാരം ചുമന്നൊക്കെ പണിയെടുത്ത് ക്ഷീണിച്ച പശുവല്ല. വലാ തസ്ഖിൽ ഹർസ, അതുപോലെ കൃഷിക്ക് വെള്ളം നനക്കാൻ ഉപയോഗിക്കുന്ന പശുവും അല്ല. മുസല്ലമത്തുൻ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട, അങ്ങനെ ഒന്നും ഉപയോഗിക്കാത്ത നല്ല എന്താണ്, ഒരു ജോലി ചെയ്ത ക്ഷീണമോ ഒന്നുമില്ലാത്ത പശുവാണ്. ലാ ഷിയത ഫിഹ, അതിൻ്റെ സ്വർണ്ണ നിറത്തിൽ, അതിൻ്റെ മഞ്ഞ നിറത്തിൽ ഒരു കലർപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. അതായത് എന്തെങ്കിലും ഒരു കറുത്ത പുള്ളിയോ വെളുത്ത പുള്ളിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. മുഴുവനായിട്ടും സ്വർണ്ണ നിറമുള്ള, മഞ്ഞ നിറമുള്ള, അത് തന്നെ കട്ടി മഞ്ഞ നിറമുള്ള, അതുപോലെ കൃഷിക്ക് ഉപയോഗിക്കാത്ത, വളരെ സ്നേഹപരിലാളനയോടുകൂടി വളർത്തിയ ഒരു പശു. കണ്ടോ, അള്ളാഹു വീണ്ടും വീണ്ടും അവർക്ക് ഇങ്ങനെ ഇടുക്കി കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. ശരി. വലാ തസ്ഖിൽ ഹർസ മുസല്ലമത്തുൻ ലാ ഷിയത ഫിഹാ ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്. അപ്പോൾ അവർ പറയണം, അൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോഴാണ് നീ പൂർണ്ണമായി ഞങ്ങൾക്ക് ശരിക്ക് കാര്യം വ്യക്തമാക്കി തന്നത്. മനസ്സിലായോ? അങ്ങനെ നോക്കുമ്പോൾ അവർ ഈ പശുവിനെ അന്വേഷിച്ച് നടന്നപ്പോൾ അവർ കണ്ടത് എന്താണ്? ഈ പശു ആ നാട്ടിൽ ഒരാളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ആരുടെ കയ്യിലാണ്? തൻ്റെ ഉമ്മയോട് വളരെ നല്ല രീതിയിൽ വർത്തിക്കുന്ന ഉമ്മയോട് വളരെയധികം നന്മയിൽ വർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ കയ്യിൽ മാത്രമാണ് ഈ പശു ഉണ്ടായിരുന്നത്. അങ്ങനെ അവൻ്റെ അടുത്ത് നിന്ന് അവരെന്ത് ചെയ്തു? വലിയ വില കൊടുത്തിട്ട്, എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈ പശുവിൻ്റെ തോലുണ്ടല്ലോ, ആ പശുവിൻ്റെ തോല് നിറയുന്ന അത്രയും സ്വർണം. അപ്പോൾ അത് എത്ര സ്വർണം ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്. കാരണം നല്ല ഒത്ത വലിപ്പമുള്ള, ഒത്ത പ്രായമുള്ള, കൃഷിയൊന്നും ചെയ്ത് ക്ഷീണിക്കാത്ത നല്ല ഒരു പശു, അതിൻ്റെ തൊലി നിറക്കാൻ മാത്രം സ്വർണം പകരം കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് നിന്ന് ഇവർ ഈ പശുവിനെ വാങ്ങുന്നത് തന്നെ. അപ്പൊ അവർക്ക് അത്രയും എടുക്കല്ല ഉണ്ടാക്കി. ഇവിടെ വേറൊരു പാഠം നോക്കണം. ഉമ്മമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന ആൾക്ക് അവിടെ അള്ളാഹു ഒരു ഗുണം, ഒരു നന്മ അള്ളാഹുവിടെ ഇട്ട് കൊടുക്കും കൂടി ചെയ്യാൻ. അപ്പം മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ദീനിൻ്റെ വലിയ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഉമ്മയോട് നന്മ ചെയ്ത് ജീവിച്ച ആളുടെ അടുക്കൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? ഈ പശുവിനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തു? ഒരു ഉപകാരം കിട്ടി, അയാൾക്ക് വലിയൊരു സമ്പത്ത് ഇതിലൂടെ ലഭിക്കുകയും ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെ അവർ ഇത്രയും വലിയ പണം ചെലവാക്കി അവരെന്ത് ചെയ്തു? ഈ പശുവിനെ വാങ്ങി. ഫദബഹൂഹാ, അങ്ങനെ അവർ ആ പശുവിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. മനസ്സിലായില്ലേ? അവർക്കത് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദബഹു അയ്യ ബഖറത്തിൻ കാനത് ലഅജ്സഅതഹും, അവർ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്തിരുന്നെങ്കിൽ അത് മതിയാകുമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? കട്ടി കൂട്ടാൻ തുടങ്ങി. ഓരോ ചോദ്യം ചോദിച്ചിട്ട് വസ്വാസിന്റെ ചോദ്യം ചോദിച്ച് ഇങ്ങനെ കട്ടി കൂട്ടാൻ തുടങ്ങി. അപ്പൊ അള്ളാഹുവും
കട്ടികൂട്ടി. അള്ളാഹുവിൻ്റെ ദീന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തും ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യശാദ്ദ ദീന അഹദുക്കും ഇല്ലാ ഗലബഹ്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ദീനിനെ കട്ടികൂട്ടിയാൽ അത് നിങ്ങളെ പരാജയപ്പെടുത്തും, നിങ്ങൾക്ക് ആ ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റാതാകും. എങ്ങനെയാണ് ദീനിന് കട്ടികൂട്ടുക? ദീനനുസരിച്ച് ജീവിക്കുക അല്ല, മറിച്ച് ദീനിലില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാം. ഒന്ന്, ദീനിലില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഒരാൾ വുളു എടുത്തു, വസ്വാസുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് വുളു എടുത്തു, എന്നിട്ടോ വുളു ഒക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ അയാൾക്കൊരു ഡൗട്ട്, വുളു പോയോ? വുളു പോയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു സംശയം. അപ്പോൾ വീണ്ടും വുളു എടുക്കുക അല്ലേ? അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, ശരിയായിട്ടില്ല. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി, ശരിയായിട്ടില്ല. അപ്പോൾ വീണ്ടും കൈകെട്ടുക, പിന്നെ വീണ്ടും കൈകെട്ടുക. മുങ്ങി കുളിച്ചാലും എൻ്റെ മേത്തെന്തോ നജിസ് ഉണ്ട് എന്നൊക്കെയുള്ള തോന്നൽ, എവിടെ നോക്കിയാലും നജിസ് ഇല്ല. ഇങ്ങനെയുള്ള വസ്വാസുകൾ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുകയില്ല. അതുപോലെ വസ്വാസിൻ്റെ പിന്നാലെ പോയി ശൈത്താൻ ഇട്ട് തരുന്ന ചിന്തകളുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ ദീനിനെ കുടുസാക്കി കൊണ്ടുവരാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരിങ്ങനെ ചോദ്യങ്ങളിലൂടെ കട്ടിക്കൂട്ടിയപ്പോൾ അള്ളാഹു അവർക്ക് കട്ടിക്കൂട്ടി. അങ്ങനെ അവർക്ക് അത് അറുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നാലും അവർ അറുത്തു. കാരണം അവർക്ക് എന്ത് ചെയ്യണം? കൊലപാതകിയെ കണ്ടെത്തണം. അത് അവർക്കുള്ള വലിയൊരു ആവശ്യമാണ്. വഇദ് ഖതൽതും നഫ്സൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പശുവിനെ അറുക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്ന് വിശദീകരിക്കാൻ. വഇദ് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊലപ്പെടുത്തിയ സന്ദർഭം, ഫദ്ദാറഅതും ഫീഹാ, അങ്ങനെ നിങ്ങൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാനും പ്രതിരോധിക്കാനും തുടങ്ങി. ഞാനല്ല കൊന്നത്, അവനായിരിക്കും, അവനല്ല കൊന്നത്, മറ്റവനായിരിക്കും എന്നിങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. നിങ്ങൾ മറച്ചു വെക്കുന്ന രഹസ്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരുന്നവനാകുന്നു അല്ലാഹു. ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹാ. അങ്ങനെയും അള്ളാഹു ഈ കൊലയാളിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവർക്കൊരു മാർഗം അള്ളാഹു തുറന്നു കൊടുക്കുകയാണ്. എന്താണ്? ഈ പശുവിൻ്റെ ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യണം? യുദ്രിബൂഹു ബിബഅദിഹാ, അതിൽ നിന്നൊരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് ഈ മയ്യത്തിനെ അടിക്കണം, ഈ മരിച്ച ആളെ അടിക്കണം. കദാലിക യുഹ്യില്ലാഹുൽ മൗത. അപ്രകാരമാകുന്നു അള്ളാഹു മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ അവർ ഈ പശുവിൻ്റെ ഒരു ഇറച്ചി കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്തു? വലിയൊരു കഷ്ണം എടുത്തിട്ട് ഈ മരിച്ച ആളുടെ ശരീരത്തിൽ അടിച്ചു, മയ്യത്തിൻ്റെ മുകളിൽ അടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ മരിച്ച ആൾ എഴുന്നേറ്റിട്ട് എൻ്റെ കൊലയാളി ഇന്ന ആളാണ്. നോക്കുമ്പോൾ അയാളെ കൊന്നിട്ട് അനന്തരാവകാശ സ്വത്തിന് വേണ്ടി കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ആള്. മനസ്സിലായില്ലേ? അയാൾ തന്നെയാണ് കൊന്നത്. അപ്പൊ അയാളെ കാണിച്ചു കൊടുത്തു, ഇവനാണ് എന്നെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും മരിച്ചു വീണു. അപ്രകാരമാണ് അള്ളാഹു എന്ത് ചെയ്തത്? മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നത്. വയുരീകും ആയാതിഹി ലഅല്ലകും തഅഖിലൂൻ. അങ്ങനെ അപ്രകാരമാണ് അള്ളാഹു നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ കാണിച്ചു തരുന്നത്, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയേക്കും. ഇത്രയും ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തു അല്ലേ? എന്നിട്ട് അവർ അള്ളാഹിനെ അനുസരിച്ച് നല്ല ആളുകളെ ജീവിച്ചോ? ഇതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. പ്രളയമായിട്ടും ഭൂമി കുലുക്കമായിട്ടും തീപിടുത്തമായിട്ടും അപകടങ്ങളായിട്ടും എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ നിമിഷങ്ങൾക്ക് ഇവിടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാഹ്. അതുപോലെ എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു തന്നിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ശരി, അപ്പൊ ഇങ്ങനെ അള്ളാഹു ഓരോ ദൃഷ്ടാന്തങ്ങൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും. അതൊക്കെ വലിയ പാഠമാണ്. സുമ്മ ഖസത് ഖുലൂബുക്കും. അള്ളാഹു അടുത്ത ആയത്തിൽ പറയാൻ, സുമ്മ ഖസത് ഖുലൂബുക്കും. എന്നിട്ട് ഈ ആയത്തുകളും ഈ അത്ഭുതങ്ങളും ഒക്കെ കണ്ടിട്ടും കാലം കഴിയുന്തോറും നിങ്ങളുടെ ഹൃദയം കട്ടിയായി പോയി. സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം വീണ്ടും നിങ്ങളുടെ ഹൃദയം കട്ടിയായി പോയി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. എത്ര കട്ടിയായി? ഫഹിയ കൽ ഹിജാറ. അതൊരു കല്ലിനെ പോലെ കട്ടിയായി, കല്ലിനെ പോലെ കട്ടിയായി. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ കല്ലിനേക്കാൾ കട്ടിയായി. കണ്ടോ? ഒരു കല്ലിനേക്കാളും കട്ടിയുള്ള ഹൃദയമായി നിങ്ങളുടെ ഹൃദയം മാറി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിടെ ഉപയോഗിച്ചത് കല്ല് എന്നാണ്. എന്താ അള്ളാഹു ഇരുമ്പ് എന്ന് ഉപയോഗിച്ചില്ല? ഇമാം സഅദി പറയുന്നുണ്ട്, അള്ളാഹു ഇരുമ്പ് എന്ന് ഉപയോഗിക്കാത്തത്, ഇരുമ്പ് തീയിലിട്ട് കഴിഞ്ഞാൽ ഉരുക്കി ലോഹമാക്കി അതിനെ മാറ്റാൻ പറ്റും അല്ലേ? നമുക്കൊരു ഇരുമ്പിനെ
തീയിലിട്ട് ഉരുക്കിയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഒരു കല്ലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇരുമ്പിനേക്കാളും കട്ടി കല്ലിനാണ്. മനസ്സിലായോ? പാറക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു പാറ പോലെ കടുത്തുപോയി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയവും ഇതുപോലെ കട്ടിയാകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴാണ് നമ്മുടെ ഹൃദയം ഒരു കല്ലിനേക്കാൾ പാറയേക്കാൾ കട്ടിയാവുക? തിന്മകൾ അധികരിക്കുന്ന സമയത്ത്, അനുസരണക്കേട് അധികരിക്കുന്ന സമയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഓരോ തിന്മ ചെയ്യുമ്പോഴും നുക്തത്തുൻ സൗദ, കറുത്ത പുള്ളി നമ്മുടെ ഹൃദയത്തിലിടും. അങ്ങനെ അത് കൂടി കൂടി നമ്മുടെ ഹൃദയം കട്ടിയായി പോകും. പിന്നെ അതിലേക്കൊരു നന്മയും പ്രവേശിക്കാത്ത അവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വ ഇന്ന മിനൽ ഹിജാറതി, കല്ലിനേക്കാൾ കട്ടിയായി. കാരണം വ ഇന്ന മിനൽ ഹിജാറ, പാറകളിൽ ചിലതുണ്ട്, ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ആ പാറകൾ പൊട്ടി അരുവികൾ ഒലിച്ചിറങ്ങും. വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടില്ലേ? പാറകൾ പൊട്ടി അരുവികൾ ഒലിച്ചിറങ്ങും. വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, അതുപോലെ തന്നെ ചില പാറകൾ പൊട്ടി അതിൽ പിളർന്ന് അതിൽ നിന്ന് ചെറിയ രീതിയിൽ അരുവികൾ, വെള്ളം ഒലിച്ചിറങ്ങും. വ ഇന്ന മിൻഹ, ഇനി വെള്ളം ഒലിച്ചിറങ്ങാത്ത, അകത്ത് വെള്ളമില്ലാത്ത പാറയാണെങ്കിലോ, വ ഇന്ന മിൻഹ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്ന് താഴെ കുരുണ്ടു വീഴുന്ന കല്ലുകളുമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരാണ്. നോക്കൂ നിങ്ങൾ, ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മഹുല്ല പറയാൻ, എന്താണ്, പൊട്ടിയൊലിച്ച് വെള്ളം വരുന്ന എല്ലാ പാറകളും, പൊട്ടിയൊലിച്ച് വെള്ളം വരുന്ന എല്ലാ പാറകളും, അതുപോലെ തന്നെ പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വരുന്ന പാറകൾ, അതൊക്കെ എന്താണ്? അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് പിന്നെ ആണ് എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ അത് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം മുജാഹിദ് പറഞ്ഞു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ബനു ഇസ്രായേലുകളുടെ ഹൃദയത്തെക്കാൾ ലോലമാണ് ഈ പാറ. മനസ്സിലായില്ലേ? മനുഷ്യന്മാരുടെ കൽബിനേക്കാൾ കട്ടി കുറഞ്ഞതാണ് ഈ പാറക്കല്ലുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഓർമ്മിക്കുക സഹോദരിമാരെ, സഹോദരന്മാരെ, തിന്മകൾ എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം നമ്മുടെ കൽബിന് കട്ടി കൂടും. അതുപോലെ ഖുർആനുമായി, അള്ളാഹുവിൻ്റെ ദിക്റുമായി നമ്മുടെ ഹൃദയം എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയം അതിന് കട്ടി കൂടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശരി, എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പറഞ്ഞു തരാണ്, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു എന്തല്ല, അശ്രദ്ധനല്ല, അള്ളാഹു ശ്രദ്ധയില്ലാത്തവനല്ല, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മിപ്പിക്കാൻ. കണ്ടോ? അപ്പോൾ ഒരു കല്ലിനെ പോലെ കല്ല് പോലും അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിനെ ഭയന്ന് അതിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് പർവ്വതങ്ങളിൽ നിന്ന് താഴെ കുരുണ്ടു വീഴുന്നുണ്ട്. അതിനേക്കാൾ കട്ടിയുള്ള ഹൃദയമാണ് അള്ളാഹുവിന് കീഴൊതുങ്ങാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇൻഷാ അല്ലാഹ് കേൾക്കാം. قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع
ناظرين البقرة تشابه علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലുകളുടെ അവസ്ഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സത്യവിശ്വാസികളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നതാണ് അടുത്ത ആയത്ത്. അള്ളാഹു പറയാണ് അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, അഫതത്മഊൻ വിശ്വാസികളെ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ, നിങ്ങൾ കൊതിക്കുകയാണോ, അൻ യുഅ്മിനൂ ലക്കും ഈ ജൂതന്മാർ, ഈ ബനു അഹ്ലുൽ കിതാബിൽപ്പെട്ട ഈ ആളുകൾ അവർ നിങ്ങൾക്ക് കീഴൊതുങ്ങി വിശ്വാസികളായി ജീവിക്കും, അവർ മുഅ്മിനീങ്ങളാകുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? വഖദ് കാൻ, ആ ആഗ്രഹം അസ്ഥാനത്താണ് എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അവരത്രയും മോശപ്പെട്ട അവസ്ഥയിലാണ്. വഖദ് കാന ഫരീഖും മിൻഹും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം, അതായത് അവരുടെ കൂട്ടത്തിലെ പുരോഹിതന്മാർ, നേതാക്കന്മാർ അവരായിരുന്നു യസ്മഊന കലാം അല്ലാഹ്, അവർ ആളുകൾ അവരുടെ അവമർപ്പിക്കുകയും അതിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിത്തിരുത്തുകയും ചെയ്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു വേദഗ്രന്ഥം കിട്ടിയിട്ട് അതിലെ മാറ്റം വരുത്തുകയും അതിനെ ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത ഇത്രയും മോശപ്പെട്ട ആളുകൾ അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് അള്ളാഹു മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തന്നെ, അറിയാതെ സംഭവിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്ന, അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തതുണ്ടാക്കി പറയുന്ന, വേദഗ്രന്ഥത്തിൽ തൗറാത്തിൽ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയ, തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിയ ഈ ആളുകൾ അവർ ഈമാനിലേക്ക് വരുമെന്ന് വിശ്വസിക്കുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവർ മറച്ചു വെക്കുകയും നിഷേധിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ആളുകൾ അതൊക്കെ അവർക്ക് അറിയാമായിരുന്നു, എന്നിട്ടും അവർ നിഷേധിക്കുകയും മറച്ചു വെക്കുകയും ചെയ്തു. അവരൊക്കെ ഇങ്ങനെ നന്നായി തീരും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. വഇദാ ലഖുല്ലദീന ആമനു, അടുത്ത ആയത്ത്, വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. അപ്പോൾ ഈ യഹൂദികളിലെ മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു, അവരെന്ത് ചെയ്യും? വിശ്വാസികളുടെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറയും. അവരെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്, മുനാഫിക്കുകളായ യഹൂദികളെ കുറിച്ച്. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന,
ഈ ജൂതന്മാരിലെ മുനാഫിക്കുകൾ അവര് മുഅ്മിനീങ്ങളുടെ അടുത്ത് വന്നാൽ, സ്വഹാബിമാരുടെ അടുത്തേക്ക് വന്നാൽ അവർ പറയും, ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. വഇദാ ഖലാ ബഅദുഹും ഇലാ ബഅദിൻ ഖാലൂ, ഇനി അവർ പരസ്പരം ഒന്നിച്ചായാലോ, അവരുടെ പുരോഹിതന്മാരും നേതാക്കന്മാരുടെ അടുത്തൊക്കെ ഈ ജൂതന്മാർ പോയാലോ, എത്തിച്ചേർന്നാലോ, മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇവരുടേതായ ഒരു മജ്ലിസിൽ, ഒരു സ്ഥലത്ത് ഇവർ ഒറ്റപ്പെട്ടാലോ, അവരുടെ നേതാക്കന്മാർ അനുയായികളോട് പറയും, അല്ലെങ്കിൽ അവരിലെ പുരോഹിതന്മാർ ഈ മുനാഫിക്കുകളോട് ചോദിക്കാണ്, അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ കുറിച്ചും അവരുടെ സ്വഹാബിമാരെ കുറിച്ചൊക്കെ തൗറാത്തിൽ വ്യക്തമായി പറഞ്ഞു തന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറയുന്നുണ്ടോ? അവരോട് അത് പറയരുത്. നോക്ക് നിങ്ങൾ എത്ര കാപട്യം. തൗറാത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ച് വന്ന വിശേഷങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്വഹാബത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു കൊടുക്കരുത്. അത് നിങ്ങൾ പറയുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത് എന്ന് എന്ത് ചെയ്യാണ് ഈ ആളുകൾ പിന്നെ എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കാൻ, അവരുടെ പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കാൻ. എന്തുകൊണ്ടാണ്? ലിയുഹാജൂകും ബിഹി ഇൻദ റബ്ബിക്കും, നിങ്ങൾ ഇതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ നാളെ പരലോകത്ത് അള്ളാഹിന്റെ അടുത്ത് എത്തുമ്പോൾ ഈ സ്വഹാബിമാരും മുഹമ്മദ് നബിയൊക്കെ എന്ത് ചെയ്യും? അള്ളാഹുവിനോട് ഇത് വെച്ചിട്ട് തർക്കിക്കും. എങ്ങനെ? അള്ളാഹുവേ, ഇവർക്ക് കിട്ടിയ ഈ തൗറാത്തിൽ ഞങ്ങളെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ടും അവർ വിശ്വസിച്ചില്ല എന്ന് അള്ളാഹുവിനോട് അവർ പറയും. അങ്ങനെ പറയാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്നും അവരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കരുത്. മുഹമ്മദ് നബിയെ കുറിച്ചും മറ്റും തൗറാത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് ജൂതന്മാരിലെ പുരോഹിതന്മാർ ഉപദേശിക്കാൻ. എന്തൊരു വിഡ്ഢികളാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ തഅഖിലൂൻ, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് അവർ ചോദിക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തൗറാത്തിൽ മുഹമ്മദ് നബിയെ കുറിച്ചും സ്വഹാബിമാരെ കുറിച്ചും വന്ന രഹസ്യങ്ങളൊക്കെ പോയിട്ട്, നിങ്ങൾ മുനാഫിക്കായിട്ട് ജീവിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഈ രഹസ്യങ്ങൾ തൗറാത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പോയിട്ട് മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അത് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് പരലോകത്ത് തർക്കിക്കും. അങ്ങനെ നിങ്ങൾക്ക് രക്ഷയില്ലാണ്ടാകും. നോക്കൂ നിങ്ങൾ, എന്തൊരു വിഡ്ഢികളാണ് ഇവരിത് മറച്ചു വെച്ചാൽ അത് അള്ളാഹുവിനെ അറിയാതിരിക്കോ? അതാണ് അടുത്ത ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കാണ്, അവലാ യഅലമൂൻ, ഈ വിഡ്ഢികളായ പുരോഹിതന്മാർ അവർക്ക് അറിയില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ? അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമാക്കി വെക്കുന്നതും അവർ പരസ്യമാക്കി വെക്കുന്നതും എല്ലാം അള്ളാഹു ുണ്ട് എന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ലേ? ഇങ്ങനെ ഇവർ മറച്ചു വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? അവരോട് ചോദിക്കാണ്. അപ്പൊ ഈ കേൾക്കാൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا إن الله يعلم ما يسرون وما يعلنون. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.